ദീനായിട്ട് പറയും. കുറെ തട്ടിപ്പുകാർക്കുള്ളതാണോ ഇസ്ലാം ദീൻ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? വേറൊരു ഷെയ്ഖ് നമ്മുടെ വടകര SYS ജില്ലാ സമ്മേളനം നടന്നപ്പോൾ സമ്മേളനത്തിന് വന്ന് കുറച്ച് അപ്പുറത്ത് ചില കുട്ടികൾ നിസ്കരിക്കാൻ പോയി. ഒരു പള്ളിയാന്ന് വിചാരിച്ച് കയറിയതാ. നോക്കുമ്പോൾ ഒരു ഷെയ്ഖിന്റെ സ്ഥലം ആസ്ഥാനം. ഷെയ്ഖിന് നിങ്ങൾ പേരോണ്ടാളെ ഇങ്ങ് കയറണ്ടാണ്. അതെന്താണ്? അതാ വടകര തങ്ങൾ എന്ന് പറയുന്നത്. വടകര തങ്ങള് സുബ്ഹാനല്ലാഹ്, തങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. വലിയ വലിയ തങ്ങന്മാരായിട്ട് വിവാഹം എന്തൊക്കെ ഉണ്ട് ഈ പറഞ്ഞ തങ്ങൾക്ക്. അതുകൊണ്ട് നമുക്ക് ഹക്കായിട്ട് പറയല്ലാതെ ഒരാൾക്ക് വേണ്ടിയും സത്യം മൂടിവെക്കുന്ന പ്രശ്നമില്ല. അയാൾ എന്താ ചെയ്യാന്നറിയോ? അയാൾ വരുന്ന പെണ്ണുങ്ങളൊക്കെ മണത്ത് വിടല, മറ്റേ ആൾ തൊള്ളയിൽ വെച്ചു കൊടുക്കല. അവൻ വെച്ചു കൊടുത്തവനെ വടകര തങ്ങളെ. ഈ വടകര എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കുന്ന ശൈഖല്ലേ? ഇപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം. അത് ഞാൻ തന്നെ വേറെ പ്രസംഗത്തിൽ കാണിച്ച ക്ലിപ്പിൽ നിന്നാണ് കാണുന്നത്. അപ്പൊ ഇവർക്ക് ഹറാം ഹലാലൊന്നുമില്ല. എന്നിട്ടോ ആളുകളെ പണം പിടുങ്ങാൻ വേണ്ടി എന്ത് തോന്നിയാസം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാലേ എന്താണ് നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാൽ ഇവർ പറഞ്ഞറിയോ? ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുക. എന്താ ഭീഷണി അറിയോ? നമ്മളെ വേങ്ങാട്ട ശൈഖ് ചെയ്ത പണി നിങ്ങൾ മൂപ്പര് CD ഇറക്കി. ആ CD പറയുന്നത് ഗവൺമെന്റിനോട് ഞാൻ പറയാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേരോണും സമസ്തയാണ് ഉത്തരവാദി, അവരെന്നെ കൊല്ലാൻ നടക്കാണ്. എനിക്ക് ഇയാളെ കൊല്ലണോ? ഈ വയസ്സായ 90 വയസ്സുള്ള ഇയാളെ കൊല്ലാൻ നടക്കണോ ഞാൻ? അതൊന്ന് വെച്ചു കൊടുത്തവനെ. ഇനി അഥവാ എനിക്കും എന്റെ ഖലീഫമാർക്കും വല്ല ഭീഷണിയോ വല്ല അബദ്ധമോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്നു, ഈ പേരോടും അതിന് തരപ്പെട്ട ആളുമായിരിക്കും എന്റെ പിന്നിൽ. യാതൊരു സംശയമില്ല. അവരാ എന്നെ കൊല്ലാൻ വേണ്ടി ഈ സമസ്തയും ഈ പേരോടും എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നും നോക്കുന്നുണ്ട്. അഥവാ ഞാൻ മരണപ്പെട്ടു പോയെങ്കിൽ, എനിക്ക് വല്ല അബദ്ധം വന്നിട്ട് മരണപ്പെട്ടാണെങ്കിൽ ഈ കൗമയങ്ങളെ പിടിച്ചോ ഗവൺമെന്റിനോട് ഞാൻ പറയും. ഗവൺമെന്റിനോട് പറയാ എന്ത്? പേരോട് സമസ്യയാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്, എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിച്ചോളി. ഉള്ളാളും തങ്ങളെയും പേരോട് ഞാൻ വിളിക്കേണ്ടി. മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ ഉള്ളാളും തങ്ങളും കാന്തപുര ഉസ്താദു പേരോടൊക്കെ മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ? ഞങ്ങൾക്ക് എന്താണെന്നറിയോ ഇയാള് ഇവിടെ ഉണ്ടായിട്ട്? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഇങ്ങനത്തെ കക്ഷികളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഗവൺമെന്റിനെ പേടിച്ചു കുത്തിരിക്കുക. കറാമത്ത് തിരിച്ചാ മനസ്സിലാക്കണോ? എന്നിട്ട് വലിയ കറാമത്തിന്റെ ആളാന്ന് പറഞ്ഞിരിക്കേ.